ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചൈനയുടെ 6th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്ററായ J-36ന്റെ പുതിയ രൂപം പുറത്ത്. J-36ന്റെ രണ്ടാമത്തെ പ്രോട്ടോടൈപ്പാണ് വിജയകരമായി പരീക്ഷണ പറക്കൽ നടത്തിയത്. ചൈനയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യാ രംഗത്തെ ഏറ്റവും നിർണായകമായ മുന്നേറ്റമായാണ് ഈ ഫൈറ്റർ ജെറ്റിനെ സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ആണ് വിമാനം വികസിപ്പിക്കുന്നത്. മുൻ മോഡലിൽ നിന്ന് സമൂലമായ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ പുതിയ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. J-36ന് പരമ്പരാഗത യുദ്ധവിമാനങ്ങൾക്കുള്ളതുപോലെ വാലില്ല. ഇത് വിമാനത്തിന്റെ സ്റ്റെൽത്ത് ശേഷി ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നു. റഡാറുകൾക്ക് വിമാനത്തെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപകൽപ്പനയാണിത്. പുതിയ പ്രോട്ടോടൈപ്പിൽ വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കാൻ സാധ്യത നൽകുന്ന വിധത്തിൽ ലാൻഡിംഗ് ഗിയർ പൂർണ്ണമായും പുനരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കൂടാതെ എഞ്ചിൻ എക്സ്ഹോസ്റ്റുകളിലും എയർ ഇൻടേക്കുകളിലും വരുത്തിയ പരിഷ്കാരങ്ങൾ J-36ന്റെ വേഗതയും രഹസ്യ സ്വഭാവവും വർദ്ധിപ്പിക്കും. അമേരിക്കയുടെ 6th ജനറേഷൻ യുദ്ധവിമാന പദ്ധതികളോട് നേരിട്ട് മത്സരിക്കുന്നതിനായാണ് ചൈന J-36 വികസിപ്പിക്കുന്നത്. അതിവേഗത്തിലുള്ള ചൈനയുടെ ഈ വിമാന വികസനം US സൈനിക കേന്ദ്രങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ദൂരപരിധിയിലും ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയിലും മറ്റ് ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള കമാൻഡ് പ്ലാറ്റ്ഫോം എന്ന നിലയിലും J-36 ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ J-36 ലോകത്തെ അമ്പരപ്പിക്കുന്നുണ്ടെങ്കിലും ഈ 6ാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടോ? ചൈനയുടെ ഫൈറ്റർ ജെറ്റുകളിൽ അവയുടെ ഏറ്റവും വലിയ ദൗർബല്യം എഞ്ചിനുകളാണ്. J-20 പോലുള്ള വിമാനങ്ങളിൽ റഷ്യൻ സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. J-36ന്റെ പുതിയ എഞ്ചിനായ WS-15 പൂർണ്ണമായും പരീക്ഷിക്കപ്പെടാത്തതും അതിന്റെ വിശ്വാസ്യത എത്രത്തോളം എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നവുമാണ്. J-36ന്റെ പ്രധാന ആകർഷണമായ വാൽ ഇല്ലാത്ത രൂപകൽപ്പന ഫൈറ്റർ ജെറ്റ് വിമാനവാഹിനി കപ്പലുകളിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഗുരുതരമായ നിയന്ത്രണ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ പല യുദ്ധങ്ങളിലും തങ്ങളുടെ ശേഷി തെളിയിച്ചതാണ്. എന്നാൽ J-36 പോലുള്ള ഒരു ചൈനീസ് വിമാനം യഥാർത്ഥ പോരാട്ടത്തിൽ അതിന്റെ സ്റ്റെൽത്ത് ശേഷിയോ സെൻസർ സാങ്കേതിക വിദ്യയോ എത്രത്തോളം ഫലപ്രദമാകും എന്നത് ഇനിയും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് J-36 ലോകശക്തികൾക്ക് ഒരു വെല്ലുവിളിയാകുന്നതിന് മുൻപ് ആഭ്യന്തരമായ ഈ സാങ്കേതിക ദൗർബല്യങ്ങളെ ചൈന എങ്ങനെ മറികടക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ വിമാനത്തിന്റെ യഥാർത്ഥ വിജയം.